സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പേരാവൂരിൽ പ്രിയങ്ക ഗാന്ധി. ഡീൽ ആരോപണം പ്രിയങ്ക ഗാന്ധിയും ആവർത്തിച്ചു. LDFും BJPയും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ശബരിമലയിൽ നടന്ന വലിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് മിണ്ടിയില്ല. അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നില്ല. പ്രധാനമന്ത്രിക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ED, ഇൻകം ടാക്സ്, CBI എന്നിവരുടെയെല്ലാം കേസുകളാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയില്ല, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നതെന്ന് പ്രവർത്തകരോട് പ്രിയങ്ക ചോദിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടോ എന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. ഇല്ല എന്നായിരുന്നു ജനങ്ങളുടെ ആർപ്പുവിളി. വിലക്കയറ്റം നേരത്തെയുള്ളതിനേക്കാൾ രൂക്ഷമായി മാറിയിരിക്കുകയല്ലേ എന്നും അവർ ചോദിച്ചു. അതെ എന്ന് പ്രവർത്തകർ മറുപടി നൽകി. ഇത്തരത്തിൽ തൊഴിലില്ലായ്മയെക്കുറിച്ചുൾപ്പെടെ പ്രിയങ്ക പ്രവർത്തകരോട് ചോദ്യമുന്നയിച്ചു. എത്ര പേർക്ക് സംസ്ഥാന സർക്കാരിനെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പ്രിയങ്ക ചോദിച്ചപ്പോഴും വലിയ ആരവമാണ് സദസ്സിൽ നിന്ന് ഉയർന്നത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം കൊണ്ട് ആരുടെ ജീവിതത്തിലും ഗുണകരമായ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പ്രിയങ്ക പറഞ്ഞു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി വയനാടിന്റെ MP-യാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് അടുത്തറിയാം. നിങ്ങൾ ഓരോരുത്തരും മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരാണ്. കേരളത്തിൽ ഒട്ടേറെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുണ്ട്. കേരളത്തിലെ വിദ്യാസമ്പന്നരായ പല ചെറുപ്പക്കാർക്കും ജോലിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൊഴിലുണ്ടെങ്കിൽ തന്നെ അത് സംസ്ഥാനത്തിന് പുറത്താണ്. സംസ്ഥാനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ കുറഞ്ഞു. വയനാടിന്റെ MP എന്ന നിലയിൽ കേരളം രത്നം പോലെ അമൂല്യമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. സംസ്ഥാനത്തിന്റെ മതസൗഹാർദ്ദവും സാമൂഹ്യമായ ഇഴയെടുപ്പവും മാതൃകയാണ്. വിവേകമുള്ള വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ലോകത്തെവിടെ പോയാലും ഒരു മലയാളിയെ കാണാൻ ഇടയാകാറുണ്ട്. അതിൽ അഭിമാനവും തോന്നിയിട്ടുണ്ട്, അവർ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷം അഴിമതിയും അത്യാഗ്രഹവുമാണ് സംസ്ഥാനത്തെ ഭരിച്ചതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തകർ ഇവിടെ നിന്നാണെന്നിരിക്കലും സംസ്ഥാനത്തെ ആരോഗ്യരംഗം തകർച്ചയിലാണെന്നും MP പറഞ്ഞു. തൊഴിലില്ലായ്മയെ റെക്കോർഡിട്ടിരിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.